ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ചെമ്മീൻ കൊണ്ട് ഒരു രസം ഉണ്ടാക്കി നോക്കിയാലോ? കേട്ടിട്ട് ഞെട്ടയൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസം പോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രസം, അതായത് വെജിറ്റബിൾ രസത്തിന് പകരം നമ്മളൊരു നോൺ വെജ് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സത്യത്തിൽ ഇതൊരു ഒഴിച്ചുകറി മാത്രമാണ്. പിന്നെ ഒരു രസത്തിന്റെ ചേരുവകൾ ചേർക്കുന്നതാണ് രസം എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പിന്നെ വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഒരുപാടൊന്നും വെന്ത് പോകണ്ട, ഒരു ഹാഫായിട്ട് തന്നെ ഒന്ന് വെന്ത് കെട്ടി കഴിയുമ്പോഴത്തേക്കും എന്താ ഈ പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അങ്ങോട്ട് ആ ചട്ടി ഇങ്ങനെ ഇളകി വരുന്നത് പോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്നും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യമായത് അത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുളിക്ക് പകരം തക്കാളി ചേർത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ കൂട്ടുകളൊക്കെ ഏകദേശം ഒന്ന് പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ചുകൂടെ, അതായത് ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. അങ്ങനെ ഇതിങ്ങനെ തിളച്ചിങ്ങനെ മറിഞ്ഞ് നമ്മളുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് എല്ലാ മസാലകളും കൂടി ചേർന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചെമ്മീനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചെമ്മീൻ, ഏകദേശം ഒരു 100 ഗ്രാം ചെമ്മീൻ മാത്രം എടുത്തിട്ടുള്ളത്. അതൊരു ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ ചെമ്മീൻ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമുക്കൊരു ചാറായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചെമ്മീൻ രസം ദാ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് മറിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.